ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ സ്ഥിരം കാണുന്ന ആളുകളാണ്. ചില ഏജന്റുമാർ പ്രോപ്പർട്ടി എടുപ്പിക്കുകയും അതിനുശേഷം മോർഗേജ് കിട്ടാതെ പകുതി പേയ്മെൻ്റ് ആക്കി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ നിക്ഷേപിച്ച പൈസ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. സാങ്ഷൻ കൺട്രീസ് എന്നുള്ളൊരു കുറച്ച് ലിസ്റ്റ് ഓഫ് കൺട്രീസ് ദുബായ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ട്. ഓക്കെ, അവർക്ക് ഒഴിച്ച് ബാക്കി ആർക്കാണെങ്കിലും നമുക്ക് മോർഗേജ് ചെയ്യാൻ പറ്റും. നോൺ റെസിഡൻറ്റ് ഹു ലിവ്ഡ് ഇൻ GCC കൺട്രീസ് അവർക്ക് പെർസെൻറ്റേജ് ഇച്ചിരി കൂടുതൽ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണോ? 18 ബാങ്കുകളുണ്ട്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് അവരുടെ ഇൻകം അനുസരിച്ച് ഏത് ബാങ്കാണോ നല്ലത്, കസ്റ്റമറിന് ഏത് ബാങ്കാണോ നല്ല സർവീസ് കൊടുക്കുന്നത്, അതനുസരിച്ച് നമുക്ക് ഏത് ബാങ്ക് വേണം നമുക്ക് കസ്റ്റമറിന് ചൂസ് ചെയ്യാം. കമ്പനി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു വർഷത്തെ, പുള്ളിയുടെ പേഴ്സണൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു 6 മാസത്തെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. എല്ലാവർക്കും ഡ്രീംസ് ആൻഡ് റിയാലിറ്റിയുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. സാധാരണ ഞാനാണ് പോഡ്കാസ്റ്റ് ചെയ്യാറ്, എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ മറ്റുള്ള ആൾക്കാരാണ് വരാറ്. ഇന്നിപ്പോൾ ഞാൻ തന്നെ ഒരു ചോദ്യകർത്താവായിട്ട് മാറുകയാണ്. ഞാനിപ്പോൾ ഇരിക്കുന്നത് ദുബായിലാണ്. സോ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ നമ്മൾ ഒരുപാട് കാഴ്ചകൾ സ്ഥിരം കാണുന്ന ആളുകളാണ്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാഴ്ച, നിങ്ങൾക്ക് മോർഗേജ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് തന്നെ ലോൺ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചില ഏജൻറ്റുമാർ പ്രോപ്പർട്ടി എടുപ്പിക്കുകയും അതിനുശേഷം മോർഗേജ് കിട്ടാതെ പകുതി പേയ്മെൻ്റ് ആക്കി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ നിക്ഷേപിച്ച പൈസ പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ക്ലയൻസിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവരുടെ വിഷമങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മോർഗേജ് ഒക്കെ എടുത്ത് ദുബായിൽ നിന്ന് തന്നെ ലോണൊക്കെ എടുത്ത് ദുബായിൽ പ്രോപ്പർട്ടി, ദുബായ് അല്ലെങ്കിൽ UAE എവിടെയെങ്കിലും പ്രോപ്പർട്ടി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഏറ്റവും പ്രയോജനപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ ആണ് ഇത്. ഇന്ന് എൻ്റെയോടൊപ്പം ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇമാനുവലാണ്. ഇമാനുവലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 13 വർഷമായിട്ട് ദുബായ് മാർക്കറ്റിലുള്ള ലയൺസ് മോർഗേജ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഇമാനുവൽ. നമ്മളുടെ എറണാകുളം കാക്കനാട് സ്വദേശി തന്നെയാണ്. അപ്പോൾ ഇമാനുവലാണ് ഇന്ന് എൻ്റെ ഒപ്പം ചേർക്കുന്നത്. വെൽക്കം ഇമാനുവൽ ഫോർ ദിസ് പോഡ്കാസ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇമാനുവലെ, ഞാൻ ഇമാനുവലിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു. ഇവിടെ നടക്കുന്ന ഫ്രോഡ് പരിപാടിയും ഇവിടെ ഇൻവെസ്റ്റേഴ്സിന് നഷ്ടം വരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറും അല്ലെങ്കിൽ ദുബായ് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറും ഇത്തരത്തിൽ മോർഗേജിനെ പറ്റി ഡീറ്റെയിലിംഗ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഐ തിങ്ക് ദിസ് ഇസ് എ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ദുബായിൽ അല്ലെങ്കിൽ UAE ഒരു പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് ആർക്കൊക്കെ മോർഗേജ് കിട്ടും? ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ നമുക്ക് 3 ടൈപ്പ് കാറ്റഗറി ആയിട്ട് ആൾക്കാർക്ക്. ഒരെണ്ണം സാലറീഡ്, ഒരെണ്ണം സെൽഫ് എംപ്ലോയ്ഡ്, അതായത് സ്വന്തം ബിസിനസ് ഉള്ള ആൾക്കാർ. ഓക്കെ, മൂന്നാമത്തെ ആൾക്കാർ റെന്റൽ ലാൻഡ് ലോഡ്സ് എന്ന് പറയും. സ്വന്തം ബിസിനസ് ഇല്ല, സാലറി ഇല്ല, പക്ഷേ സ്വന്തമായിട്ട് കുറേ പ്രോപ്പർട്ടീസ്. ഞാൻ ചോദിച്ച ചോദ്യം വേറെയായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ദുബായിലേക്ക് പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് ദുബായിൽ ജോലിയുള്ള അല്ലെങ്കിൽ UAE റെസിഡൻസ് വരുന്നുണ്ട്, നോൺ റെസിഡൻസ് ഓഫ് UAE വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം അതായിരുന്നു, പക്ഷെ ഉത്തരം മറ്റൊന്നായി പോയി. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ദുബായിൽ ഒരു പ്രോപ്പർട്ടി മേടിക്കാൻ മോർഗേജ് UAE റെസിഡൻസിന് മാത്രമാണോ ഉള്ളത്, അതോ മറ്റ് ഏത് നാഷണാലിറ്റിയും കിട്ടും? കാരണം UAE റെസിഡൻസിന് മാത്രമല്ല, മറ്റുള്ള നാഷണാലിറ്റീസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം പറയാം, ഫസ്റ്റ് തന്നെ ഞാൻ പറയാം, സാങ്ഷൻ കൺട്രീസ് എന്നുള്ളൊരു കുറച്ച് ലിസ്റ്റ് ഓഫ് കൺട്രീസ് ദുബായ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ട്. ഓക്കെ, അവർക്ക് ഒഴിച്ച് ബാക്കി ആർക്കാണെങ്കിലും നമുക്ക് മോർഗേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് അതിനകത്ത് സാങ്ഷൻ? ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾക്ക് മേടിക്കാൻ? ഇന്ത്യയിൽ നിന്ന് എന്തായാലും ലോൺ കിട്ടും. ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് ലോൺ കിട്ടും. കാരണം ഇന്ത്യയിലുള്ള താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും നമുക്ക് ഇവിടുത്തെ നോൺ റെസിഡൻസ് വെച്ചിട്ട് നമുക്ക് നോൺ റെസിഡൻ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ ലോൺ. ഓക്കെ, അവിടെയാണ് ഈ സാലറി, ബിസിനസ്, റെൻ്റൽ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് പോകുന്നത്. അതെ, അതെന്ന് വെച്ചാൽ അതല്ല, മീൻസ് ഇവിടെ UAE റെസിഡൻ്റ് ആണെങ്കിൽ ഈ 3 കാറ്റഗറി ഉണ്ട്. അതേസമയം നോൺ റെസിഡൻ്റ് ആണെങ്കിൽ സാലറി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഈ 2 പേർക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സാലറി അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അതിപ്പോൾ നാട്ടിലൊരു പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ഇപ്പോൾ നല്ല വരുമാനം കിട്ടുന്നുണ്ട്, അത് ഇവിടെ പ്രൂഫാക്കി എടുക്കാനായിട്ട് അങ്ങനെ പറ്റത്തില്ല. കണ്ടിന്യൂസ് വരുമാനം കാണിക്കണം. ഫോർ എക്സാമ്പിൾ സാലറി ആണെങ്കിലും സെൽഫ് എംപ്ലോയ്ഡ് ആണെങ്കിലും മിനിമം, ഇപ്പോൾ UAE നിയമപ്രകാരം മിനിമം 25,000 ദിർഹംസ്, അതാണ് മിനിമം എലിജിബിലിറ്റി കാറ്റഗറി എന്ന് പറയുന്നത്. അത്ര എമൗണ്ടിന് ഇൻകം ക്ലയൻറ്റിന് ഉണ്ടെങ്കിൽ they can apply for a mortgage for inside UAE. അതായത് ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്, നമ്മളുടെ പല ആളുകളും പറയുന്നുണ്ട് എത്ര പെർസെൻറ്റേജ് വരെ നമ്മളുടെ നാട്ടിൽ LTV എന്നൊക്കെ പറയും, ലീഗൽ ടെക്നിക്കൽ വാല്യുവേഷൻ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് പുറത്തുനിന്നുള്ള ആളുകൾക്ക് എത്ര പെർസെൻറ്റേജാണ് LTV? 60% വരെയും പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ 60% വരെ നമുക്ക് മോർഗേജ് ചെയ്യാൻ പറ്റും. ഇത് നോൺ റെസിഡൻസിന് 60% വരെ മോർഗേജ് ചെയ്യാം. റെസിഡന്റ് ആണെങ്കിൽ ഫസ്റ്റ് ടൈം മോർഗേജ് എടുക്കുന്ന ആളാണ്, പ്രോപ്പർട്ടി വാല്യൂ 5 മില്യൺ ദിർഹംസിന് താഴെയാണെങ്കിൽ 80% വരെ ബാങ്ക് ലോൺ കൊടുക്കും. 5 മില്യന് മേളിലാണെങ്കിൽ 70%. അതായത് അപ്പോൾ ഞാൻ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്തുകയാണ്, നമ്മൾ നോൺ റെസിഡൻ്റ് ആണ്
ക്ലയന്റ് എന്നുണ്ടെങ്കിൽ അവർക്ക് 60% പ്രോപ്പർട്ടി വാല്യൂവിന്റെ 60% വരെ ലോൺ കിട്ടാൻ പറ്റും. ദെൻ റെസിഡന്റ് ആണെങ്കിൽ 5 മില്യന് താഴെയാണെങ്കിൽ 80%, അതിന് മേളിലേക്കാണെങ്കിൽ 70%. കാരണം ഫസ്റ്റ് മോർഗേജ് ആണ് 80%, ബാക്കി അടുത്ത് വരുന്ന മോർഗേജ് ആണെങ്കിൽ 60% വെച്ചേ കിട്ടുള്ളൂ. അതായത് രണ്ടാമത്തെ പ്രോപ്പർട്ടി തൊട്ട് 60% കിട്ടുള്ളൂ. ആ ഫസ്റ്റ് പ്രോപ്പർട്ടിക്ക് മാത്രമാണ് 80% കിട്ടുള്ളൂ. ഓക്കെ, ഇറ്റ്സ് എ വാലിഡ് പോയിന്റ് ആണ്. അതുപോലെ ഡൗട്ട് ഞാൻ കേട്ടതാണ്, ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ റെസിഡന്റ് തന്നെ, നോൺ റെസിഡന്റ് തന്നെ ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ദെൻ നോൺ റെസിഡന്റ് ഹു ലിവ്ഡ് ഇൻ ദ GCC കൺട്രീസ്, അവർക്ക് പെർസെൻറ്റേജ് ഇച്ചിരി കൂടുതൽ കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ? അങ്ങനെ സംശയം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, വേറെ കൺട്രീസിലുള്ള ആൾക്കാർ ഇവിടെ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് ചെയ്തു, അവർക്ക് ഗോൾഡൻ വിസ കിട്ടി. അപ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ UAE റെസിഡൻ്റ് ആണ്, അതുകൊണ്ട് ഈ ഇൻട്രസ്റ്റ് റെസിഡൻസിൻ്റെ നോർമൽ UAE റെസിഡൻറ്റിന് ഇൻട്രസ്റ്റ് കിട്ടും എന്നുള്ള രീതിയിൽ കുറേ പേര് വരുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ UAE റെസിഡൻ്റ് ആണെങ്കിൽ പോലും ഇൻസൈഡ് UAE അവർക്ക് UAE ഉള്ളിൽ നമുക്ക് ഇൻകം കാണിക്കണം, എന്നാലാണ് UAE റെസിഡൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്റ്റിൽ ദേ ആർ എ നോൺ റെസിഡൻറ്റ്. ഓക്കെ. അപ്പോൾ ഗോൾഡൻ വിസയോ ഇൻവെസ്റ്റർ വിസയോ കാര്യം ഉണ്ടായിട്ട് കാര്യമില്ല, ഇവിടെ നിന്ന് വരുമാനം ഇൻകം കൂടി കാണിക്കണം UAE. അപ്പോൾ എമിറേറ്റ് ID മാത്രം പോരാ, ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ. സോ ഇവിടെ ഇൻട്രസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ റെസിഡൻസിനും നോൺ റെസിഡൻസിനും? ഇൻട്രസ്റ്റിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ റെസിഡൻസിനാണെങ്കിൽ ഒരു സാലറി കസ്റ്റമർ ഒരു മിനിമം സാലറി നമുക്ക് റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് 10,000 dirhams 6 മാസത്തേക്ക് സാലറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് 80% മോർഗേജിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ വന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3.99 3.99 ഫിക്സ് ഫോർ 3 years ആണ്. ഓക്കെ. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഓക്കെ. ടെന്യൂർ എന്ന് പറയുന്നത് 25 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഓക്കെ. ഏതാണോ കുറവ് അത്. ചില ക്ലയൻസ് ഉണ്ട് സാലറി ഉണ്ടാവും, പക്ഷേ ചിലപ്പോൾ 50 വയസ്സിലായിരിക്കും മോർഗേജിന് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില ബാങ്കുകളുണ്ട്, വേണമെങ്കിൽ ഇപ്പോൾ 25 വർഷം ഞാൻ പറഞ്ഞല്ലോ ടെന്യൂർ, 25 വർഷം 65 വയസ്സ് വരെ, 25 വർഷം കണക്ക് കൂട്ടിയിട്ട് ആകുന്നില്ല എങ്കിൽ വേണമെങ്കിൽ 70 വയസ്സ് വരെ ആക്കാവുന്ന ബാങ്കുകളുമുണ്ട്. ഞങ്ങളിപ്പോൾ 18 ബാങ്കായിട്ട് UAE ടൈ ചെയ്യപ്പെട്ട് 18 ബാങ്കുകളുണ്ട്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് അവരുടെ ഇൻകം അനുസരിച്ച് ഏത് ബാങ്കാണോ നല്ലത്, കസ്റ്റമറിന് ഏത് ബാങ്കാണോ നല്ല സർവീസ് കൊടുക്കുന്നത്, അതനുസരിച്ച് നമുക്ക് ഏത് ബാങ്ക് വേണം നമുക്ക് കസ്റ്റമറിന് ചൂസ് ചെയ്യാം. ഈ 3.99 ഇൻട്രസ്റ്റ് എത്ര വരെ മേളിലേക്ക് പോകും? 3.99 ആദ്യത്തെ 3 വർഷത്തേക്ക് ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ. അത് കഴിഞ്ഞ് വേരിയബിൾ റേറ്റ് ആവും 4ാമത്തെ വർഷം തൊട്ട്. ഓക്കെ. എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റ് താഴാം, കുറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്ലയന്റിനോട് പറയുന്നത് നമ്മുടെ നാട്ടിലെ റെപ്പോ ഐബോർ റേറ്റ് അങ്ങനെ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്ലയൻസിനോട് പറയുന്നതെന്ന് വെച്ചാൽ ഈ ഫിക്സഡ് റേറ്റ് കഴിയുന്ന സമയത്ത് ക്ലയന്റിനെ കോൺടാക്ട് ചെയ്തിട്ട് ബൈ ഔട്ട് ചോദിക്കും. ബൈ ഔട്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇരിക്കുന്ന ബാങ്കിൽ നിന്ന് അടുത്ത ബാങ്കിലേക്ക് ആ ലോൺ ട്രാൻസ്ഫർ EMI അടുത്ത 3 വർഷത്തേക്ക് ക്ലയന്റിന് സെയിം ഇൻട്രസ്റ്റ് റേറ്റിൽ സെയിം കുറഞ്ഞ EMI നമുക്ക് കൊടുക്കാനുള്ള രീതി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന എല്ലാ പരിപാടികളും ഇവിടെയുണ്ട്. ഈ നോൺ റെസിഡൻസിന് ഇൻട്രസ്റ്റിൽ വ്യത്യാസങ്ങളുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. നോൺ റെസിഡൻറ്റിൻ്റെ എലിജിബിലിറ്റി അനുസരിച്ച് ചില ബാങ്കുകൾ, ഫോർ എക്സാമ്പിൾ ഒരു ബാങ്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ മിനിമം ഇൻകം 25,000 AED പെർ മന്ത്, ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം. ഒരു മിനിറ്റ്, അതായത് നോൺ റെസിഡന്റ് ആണെങ്കിൽ 25,000 ദിർഹം മിനിമം വേണം, റെസിഡന്റ് ആണെങ്കിൽ 10,000 ദിർഹം. ഓക്കെ. ഇൻട്രസ്റ്റ് റേറ്റിൽ റെസിഡന്റിന് 3.99 സ്റ്റാർട്ടിംഗ് പ്രൈസ്. ദെൻ ഈ സിബിൽ സ്കോർ പോലെയുള്ള എന്തെങ്കിലും റിപ്പോർട്ട് നമ്മളിവിടെ ചൂസ് എടുക്കുന്നതാണ്. എന്തായാലും ഒരു 650 ഒക്കെ എബവ് ഉണ്ടെങ്കിൽ നല്ല സ്കോർ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രൊഫൈൽ ക്ലയന്റ് അതനുസരിച്ച് ഇൻട്രസ്റ്റ് വ്യത്യാസം വരില്ലേ? അങ്ങനെ വ്യത്യാസം വരില്ല, നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഒക്കെ സെയിം ആണ്. അങ്ങനെ യാതൊരു ആക്ഷൻ നമ്മുടെ നാട്ടിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സിബിൽ സ്കോർ എത്ര 650 മേളിൽ അല്ല 750 മേളിലാണെങ്കിൽ ഇത്ര ഇൻട്രസ്റ്റ്, 700-നാണെങ്കിൽ ഇത്ര ഇൻട്രസ്റ്റ്. അപ്പോൾ ആ പരിപാടി നമുക്ക് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് എല്ലാ ബാങ്കുകളും ഒരേ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൊടുക്കുന്നത്, കാരണം ഇത് കോമ്പറ്റേറ്റീവ് ഏരിയ ആണ്. അതല്ലാണ്ട് ചില ബാങ്കുകളുണ്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ മിനിമം സാലറി 10,000 എന്ന് പറഞ്ഞല്ലോ, 15 ഒക്കെ മിനിമം സാലറി മാസം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1 ഇയറിലേക്ക് 3.75 വരെ ഓഫർ ചെയ്യുന്ന ബാങ്ക്സ് ഉണ്ട്. ഓക്കെ. അതല്ലാണ്ട് വന്ന ചോദ്യം, അപ്പോൾ നോൺ റെസിഡന്റ് ആണെങ്കിൽ എത്ര ഇൻട്രസ്റ്റ്? നോൺ റെസിഡന്റ് ആണെങ്കിൽ ചില ബാങ്ക് നല്ല ക്ലയൻസ് ആണ്, നല്ല പ്രൊഫൈൽ, നല്ല ഇൻകം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ 25,000 ഉണ്ട്, അതേസമയം 25 അല്ലാണ്ട് ഒരു 40-50,000 ഒക്കെ ഉണ്ടെങ്കിൽ 4.2 സ്റ്റാർട്ടിങ് കൊടുക്കുന്ന ബാങ്കുകളുണ്ട്, ഇന്റർനാഷണൽ ബാങ്ക്സ് 4.2. പക്ഷെ അതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ, മേ ബി ഇപ്പോൾ ഈ ബാങ്കിൻ്റെ സെയിം ബ്രാഞ്ച് അവിടെ പ്രവർത്തിക്കണമെന്നൊക്കെ ഉണ്ട്, കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതല്ലെങ്കിൽ നോർമലി 4.5 to 5.99, ഇൻ ബിറ്റ്വീൻ 4.5 to 5.99 ആണ് നോൺ റെസിഡൻസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. ഇപ്പോൾ 2 years അല്ലെങ്കിൽ 3 years. ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ആൾ അത്യാവശ്യം നാട്ടിലൊരു 25,000 ഒരു ഒരു മർച്ചൻ്റ് നേവിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിക്കുക, ഒരു 25,000 ദിർഹമൊക്കെ മന്ത്ലി സാലറി ഉള്ള ആളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ
താങ്കൾ ഏത് ബാങ്ക് ആയിരിക്കും ഫസ്റ്റ് പ്രിഫർ ചെയ്യുക? ഞാൻ പറഞ്ഞു നോൺ റെസിഡൻസിന് ഏറ്റവും എളുപ്പമുള്ളതെന്ന് ഞാൻ പറയുന്നത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഞാൻ ചൂസ് ചെയ്യുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ മഷേക്ക് ചൂസ് ചെയ്യുള്ളൂ. കാരണം എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ മഷേക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഞങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യ തന്നെ എടുക്കാം. എത്ര 25,000 ദിർഹംസ് പറയുമ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് 6 ലക്ഷം 7 ലക്ഷം രൂപ ഇന്ത്യൻ മണി സാലറി ആയി. അത്രയും സാലറി ഉള്ള ഒരുപാട് ആൾക്കാരില്ല. പക്ഷേ ഈ മഷേക്കിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സാലറി ഇല്ലെങ്കിൽ പോലും അക്കൗണ്ട് ബാലൻസ്, പേഴ്സണൽ അക്കൗണ്ട് ബാലൻസ് ഇത്ര എമൗണ്ട് 3 മാസം അടുപ്പിച്ച് ഈ 7 lakhs എബവ് കാണിക്കാൻ പറ്റുക നമുക്ക് ഈസിലി നമുക്ക് അപ്ലൈ ചെയ്യാം, മോർഗേജിന് അപ്ലൈ ചെയ്യാം. നോൺ റെസിഡൻസ് ആണെങ്കിൽ യു ഫസ്റ്റ് പ്രിഫർ മഷറേക്ക്? ഞാൻ മഷറേക്ക് എടുക്കുള്ളൂ. ജസ്റ്റ് പിന്നെ നമുക്കുണ്ട് ഒരുപാട് ബാങ്ക് ഉണ്ട്, CBD, NBD, അങ്ങനെ ഒരുപാട് ബാങ്ക് ഉണ്ട്. നിങ്ങളുടെ എത്ര ഒരു ക്വിക്ക് റെസ്പോൺസ് ഉണ്ട് എന്ന് അറിയാനായിട്ട് ചോദ്യം ചോദിച്ചതാണ്. കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ക്ലയന്റ്സിനെ ഏറ്റവും മാക്സിമം ഹാപ്പി ആക്കി. ഇൻട്രസ്റ്റ് റേറ്റിൽ വേറൊരു ഡൗട്ടും കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഞാൻ കേട്ടേക്കുന്നതാണ് നമ്മുടെ UAE-ൽ 2 തരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. മീൻസ് ഇസ്ലാമിക്കും ഇതും ബാങ്ക് ലോൺസ് ആണ്. ഇസ്ലാമിക് ലോൺ, കൺവെൻഷണൽ ലോണും. അതിന്റെ വ്യത്യാസം എന്താണ്? ഇസ്ലാമിക് ലോൺസും കൺവെൻഷണൽ ലോൺസും തമ്മിലുള്ള വ്യത്യാസം? കൺവെൻഷണൽ ലോൺസ് എന്ന് വെച്ചാൽ നമ്മൾ മോർഗേജിന് അപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി ക്ലയൻറ്റിൻ്റെ പേരിൽ ബാങ്ക് രജിസ്റ്റർ ചെയ്യും, ബാങ്കിൻ്റെ പേരിലായിരിക്കും മോർഗേജ്. ഓക്കെ. അതേസമയം ഇസ്ലാമിക് ഫിനാൻസ് ആണെങ്കിൽ ശരിയ നിയമപ്രകാരം പ്രോപ്പർട്ടി ബാങ്കിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആ ക്ലയൻറ്റ് അവിടെ വാടകയ്ക്ക് ലീസിന് എടുക്കുന്നു, വാടകയ്ക്ക് താമസിക്കുന്ന രീതിയിൽ അങ്ങനെ വരുന്നത്. കാരണം ഇൻട്രസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല, അവിടെ പ്രോഫിറ്റ് എന്നൊരു കോൺസെപ്റ്റാണ് ഉള്ളത്. ഞങ്ങൾ റിയൽ എസ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എനിക്ക് തോന്നുന്നു അത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ചില ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് അവർ ചെയ്യുന്ന ഒരു പരിപാടി, ഇത്ര രൂപ വെച്ച് അടച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. എനിക്ക് തോന്നുന്നു ഈ ഇസ്ലാമിക് കൺവേർഷൻ രീതിയിൽ മോർഗേജ് ഇട്ട് ബാങ്കിൻ്റെ പേരിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഇവർ ഇത്തരത്തിൽ ഓക്കെ. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും നമ്മുടെ അടുത്ത് വിചാരിക്കും നിങ്ങൾ മാസം ഇത്ര രൂപ വെച്ച് അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി, ഈ ഫുള്ളി ഫർണിഷ്ഡ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാണ്. അപ്പം യഥാർത്ഥത്തിൽ ആ പ്രോപ്പർട്ടി ബാങ്കിന്റെ പേരിൽ ഇരിക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാങ്കിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതെ, ക്ലയന്റ് അവിടെ വാങ്ങിക്കുന്ന ആൾ അവിടെ ലീസിന് താമസിക്കുന്നത്. സോ നമ്മളുടെ ക്ലയൻസിന് ഇതിൽ ഏത് രീതിയായിരിക്കും കൂടുതലും? അത് ഞാൻ പറയട്ടെ, അത് ക്ലയൻറ്റിൻ്റെ ചൂസ് ഓപ്ഷൻ പോലെ ഇരിക്കും. ഫോർ എക്സാമ്പിൾ ചില ക്ലയൻസ് ഇങ്ങോട്ട് തന്നെ പറയും നമുക്ക് ഇസ്ലാമിക് ഫിനാൻസ് മതി. ചില ക്ലയൻസ് എന്ന് പറയും നമ്മൾ ഓപ്ഷൻ കൊടുക്കും, മോർഗേജ് നമ്മൾ ഒരു പ്രപ്പോസൽ ആയി തന്നെ കൊടുക്കും. ഇസ്ലാമിക് ഫിനാൻസ് വേണോ, കൺവെൻഷണൽ ഫിനാൻസ് വേണോ, എല്ലാ കാര്യത്തിലും. പിന്നെ പല ബാങ്കുകളുടെയും പ്രപ്പോസൽ നമ്മൾ ആദ്യം ക്ലയൻറ്റിന് കൊടുക്കും, പല ബാങ്ക്സിൻ്റെയും. എന്നിട്ട് ക്ലയൻറ്റ് എല്ലാം ചൂസ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് ഏത് ബാങ്കാണോ പുള്ളിക്ക് അനുയോജ്യമായത് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, നോൺ റെസിഡൻസിൻ്റെ കാര്യം പറഞ്ഞു, ഏകദേശം ഒരു ബാങ്കിൻ്റെ കാര്യം പറഞ്ഞു. അടുത്ത ചോദ്യം, എത്ര വർഷം വരെയാണ് ഇവർക്ക് മോർഗേജ് കിട്ടുക? ടെന്യൂർ എന്ന് പറഞ്ഞാൽ 25 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ, ഏതാണോ കുറവ് അത്. അതെ. ഫോർ എക്സാമ്പിൾ സാലറി ആണ്, ഇപ്പോൾ സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ ശമ്പളം വാങ്ങിക്കുന്ന UAE ശമ്പളം വാങ്ങിക്കുന്ന ആളാണെങ്കിൽ 65 വയസ്സ് വരെ നമുക്ക് കൊടുക്കാം. ചില ബാങ്കുകളുണ്ട് വേണമെങ്കിൽ ക്ലയൻറ്റ് 25 വർഷം തന്നെ വേണം, പക്ഷേ അവർക്ക് എലിജിബിലിറ്റി ഇല്ല എങ്കിൽ, എലിജിബിലിറ്റി ഇൻ ദ സെൻസ് ടെന്യൂർ ഇല്ല എങ്കിൽ വേണമെങ്കിൽ 70 വയസ്സ് വരെ കൊടുക്കുന്ന ബാങ്കുകളും ഉണ്ട്. ഓക്കെ. കാരണം ഏതാണോ കുറവ് 25 വർഷം മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ബിസിനസ്സുകാരാണെങ്കിലും മാക്സിമം നമുക്ക് മിനിമം സ്റ്റാൻഡേർഡ് 70 വയസ്സ് വരെ പോവാം, അല്ലെങ്കിൽ 25 വർഷം വരെ. ഓക്കെ. മാക്സിമം ടെന്യൂർ 25 ഇയേഴ്സ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്ലയൻസ് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യം, നമ്മളുടെ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച് ഓഫ് പ്ലാൻ ഉണ്ട്, റെഡി ടു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ പല പ്രൊജക്റ്റുകൾക്കും ഓഫ് പ്ലാനിൽ മോർഗേജ് കിട്ടില്ല. ചില പ്രൊജക്റ്റുകൾക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. സോ എന്താണ് അതിൻ്റെ വസ്തുത? എന്താണ് ഓഫ് പ്ലാനും റെഡി ടു ഓക്യുപ്പൈയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താണ്? റെഡി ടു ഓക്യുപ്പൈ എന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് കസ്റ്റമർ നേരിട്ട് കയറി താമസിക്കുക എന്നുള്ളത്. അതിന് അങ്ങനെയുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 million താഴെയാണ് പ്രോപ്പർട്ടി വാല്യൂ എങ്കിൽ 80% വരെ ഫിനാൻസ് കിട്ടും. എല്ലാ ബാങ്കുകളും കൊടുക്കും ക്ലയൻറ്റ് എലിജിബിലിറ്റി അനുസരിച്ച്. അതേസമയം ഓഫ് പ്ലാൻ ആണെങ്കിൽ മാസ്റ്റർ ഡെവലപ്പേഴ്സ്, ഇപ്പോൾ കുറച്ച് ബാങ്കുകളുണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ഡെവലപ്പേഴ്സിൻ്റെ പ്രോജക്ട്സ് അത് 30% 30% കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് കഴിയണം, 50% ക്ലയൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 50% ബാങ്ക് മോർഗേജ് ചെയ്യും. അതായത് ക്ലയൻറ്റ് 50% പേ ചെയ്യണം, കൺസ്ട്രക്ഷൻ സ്റ്റാറ്റസ് 30% കഴിയുമ്പോൾ ബാക്കി 50%. അതെ, അതാ 30% കഴിയുന്നത് DLD സൈറ്റിൽ അപ്ഡേറ്റ് ആവണം. അങ്ങനെ ആകുമ്പോൾ റെസിഡൻസിന് ബാക്കി 50% ബാങ്ക് മോർഗേജ്. അവിടെ നോൺ റെസിഡൻസിന് അത് കിട്ടില്ല. ഓക്കെ. കിട്ടുന്ന ബാങ്കുകളുണ്ട്, പക്ഷേ അത് ഓരോ നാഷണാലിറ്റി വൈസ് പിന്നെ ബാങ്കിൻ്റെ ഓരോ ക്രൈറ്റീരിയാസ് ഉണ്ട് ബാങ്കിന്. ഓക്കെ. അതനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ എൻ്റെ ഒരു വലിയൊരു ഡൗട്ടാണ്, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നാട്ടിൽ മേടിക്കുമ്പോൾ മോർഗേജ് എടുക്കാതെ എന്തായാലും ചെയ്യില്ല. അപ്പോൾ ഞാൻ മോർഗേജ് എടുക്കാൻ ആ ഒരു പ്രോപ്പർട്ടി മേടിക്കണേക്കാൾ മുമ്പ് എനിക്ക് എലിജിബിൾ ആണോ, ഫിനാൻസ് എലിജിബിൾ ആണോ എന്ന് അറിയാനായിട്ട് ഞാനൊരു പ്രീ അപ്രൂവൽ ലോൺ സാങ്ഷൻ ചെയ്ത് വയ്ക്കും.
അപ്പോൾ അങ്ങനെ സാങ്ഷൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ പ്രോപ്പർട്ടിയിലേക്ക് മേടിക്കുള്ളൂ. ഇപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ നാട്ടിലെ ക്ലയൻസിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്രൊവൈഡറാണ്. കാര്യം പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ട് അവസാനം മോർഗേജ് ശരിയായില്ലെങ്കിൽ അതൊരു മാനസിക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു ക്ലയൻറ്റിന് ദുബായിൽ പ്രോപ്പർട്ടി മേടിക്കണം, അവൻ റെസിഡൻ്റ് ആയിക്കോട്ടെ നോൺ റെസിഡൻ്റ് ആയിക്കോട്ടെ, അവൻ്റെ ലോൺ കിട്ടുമോ എന്ന കാര്യം ഒന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ പ്രീ അപ്രൂവൽ കിട്ടണം. അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായും ചെയ്യാൻ പറ്റും. കാരണം മിക്ക ബാങ്കുകളും, ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും പ്രീ അപ്രൂവൽ നമുക്ക് 10 പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലയൻറ്റിൽ നിന്ന് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, ഫോർ എക്സാമ്പിൾ റെസിഡൻ്റ് ആണെങ്കിൽ എമിറേറ്റ്സ് ID, പാസ്പോർട്ട്, വിസ കോപ്പി, സാലറി പേഴ്സൺ ആണെങ്കിൽ 6 മാസത്തെ പേഴ്സണൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി പേ സ്ലിപ്പ്, പിന്നെ സാലറി സർട്ടിഫിക്കറ്റ്, പിന്നെ ECB റിപ്പോർട്ട്. ഇത്ര ഉണ്ടെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് ഐ ക്യാൻ ടെൽ യു ദ എലിജിബിലിറ്റി ഓഫ് ദ ക്ലയൻറ്റ്, എത്ര വരെ പോകാം. പിന്നെ ലയബിലിറ്റീസ് എത്ര സമയം? വിത്തിൻ മിനിറ്റ്സ്. ഐ ടെൽ യു വിത്തിൻ മിനിറ്റ്സ് എന്ന് ഞാൻ പറയാം. കാരണം നമുക്ക് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സാലറി പേഴ്സൺ ആണെങ്കിൽ, കാരണം അധികം ചെക്ക് ചെയ്യാനില്ല. അതേസമയം നോൺ റെസിഡന്റ് ആണെങ്കിൽ സമയം എടുക്കും. കാരണം 6 മാസത്തെ ആവറേജ് ഓരോ ദിവസത്തെയും ഡേ എൻഡിൽ എത്രയാണ് വരുന്നത് എല്ലാം ആവറേജ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ ഇതെടുത്ത് എല്ലാം വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഞാൻ എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് ചോദിച്ചൊരു ചോദ്യമാണ്. 1 വീക്ക് വേണ്ട, ഒരു 2 days 3 days മാക്സിമം. ഇപ്പോൾ എല്ലാം സിസ്റ്റം ജനറേഷൻ എല്ലാം കിട്ടും. എൻ്റെ ഒരു ക്ലയൻറ്റ് ചോദിച്ചതാണ്. അദ്ദേഹം അവിടെ നാട്ടിലൊരു ബിസിനസ് റൺ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിനൂടെ പ്രോപ്പർട്ടി വേണം. പക്ഷെ അദ്ദേഹം അവിടെ ബിസിനസ് ഓണർ ആയതുകൊണ്ട് തന്നെ ലോണിൽ അത്യാവശ്യം സിബിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് തിരിച്ചടവിൽ പ്രശ്നങ്ങൾ. എന്നാൽ ആളുടെ ബാങ്ക് ബാലൻസ് കുഴപ്പമില്ല, ITR കുഴപ്പമില്ല ഒക്കെയാണ്. പക്ഷേ ബാങ്കുകളായിട്ട് പുള്ളി ബിസിനസ് റോളിങ്ങിൻ്റെ ഭാഗമായിട്ട് EMI കറക്റ്റ് അടയ്ക്കാതെ സിബിൽ സ്കോറിൽ ഇഷ്യൂ ഉണ്ട്. സോ നമ്മൾ ഇവിടെ അങ്ങനെയുള്ള ബിസിനസ്സുകാർ ലോൺ എടുക്കുമ്പോൾ സിബിൽ സ്കോർ അവിടെ ഒരു ഘടകമാണോ? അവിടുത്തെ ഹോം കൺട്രി, അതായത് ഇപ്പോൾ ഇന്ത്യനാണ് ക്ലയൻ്റ് എങ്കിൽ ഇന്ത്യൻ്റെ സിവിൽ സ്കോർ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ അധികം വലിയ ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം മെയിനായിട്ട് ബാങ്ക് നോക്കുന്ന പേഴ്സണൽ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ആണ്. കാരണം ലോൺ എടുത്തു കഴിഞ്ഞാൽ ക്ലയൻറ്റിന് തിരിച്ചടയ്ക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് ചോദിക്കുക. അതാണ് മെയിനായിട്ട് ബാങ്കുകൾ നോക്കുന്നത്. പിന്നെ അവിടുത്തെ ഡോക്യുമെൻറ്റ്സ്, പല ബാങ്കിനും ഡോക്യുമെൻറ്റേഷൻ വ്യത്യാസമാണ്. ഓക്കെ, ഒരു ആവറേജ് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആയിരിക്കും നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്ന ആളാണെങ്കിൽ ID പ്രൂഫ്, അതായത് പാസ്പോർട്ടിൻ്റെ കോപ്പി, പിന്നെ ഹോം കൺട്രി അഡ്രസ് പ്രൂഫ്, പിന്നെ കമ്പനിയുടെ ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ്, HR ഇമെയിൽ അഡ്രസ്സ്, കാര്യങ്ങൾ, കമ്പനി ഡോക്യുമെൻറ്റ്സ്, കമ്പനി സ്റ്റേറ്റ്മെൻറ്റ്സ് 1 വർഷത്തെ, പുള്ളിയുടെ പേഴ്സണൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് 6 മാസത്തെ, ഇത്ര ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ലോണിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഇനി ഞാൻ പറയുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ ഒരു ഔട്ട്ലൈൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ദുബായിൽ നിങ്ങൾ പ്രോപ്പർട്ടി മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മോർഗേജിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പ്രീ അപ്രൂവൽ ചെയ്യുക, പ്രീ അപ്രൂവൽ എടുക്കുക. പ്രീ അപ്രൂവൽ എടുത്ത ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യം ദുബായിൽ ഇപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പ്ലാനൊക്കെ പ്രകാരം പ്രോപ്പർട്ടീസൊക്കെ കിട്ടും. പക്ഷേ ആ പേയ്മെൻറ്റ് പ്ലാനിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ബിൽഡേഴ്സും ഹ്യൂജ് പെനാൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ചാർജ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള അപ്രൂവൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നോക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക. അപ്പോൾ ഇമാനുവലിനെ പോലെ ലൈൻ മോർഗേജിനെ പോലെ നല്ല സത്യസന്ധരായിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഡ്രീംസ് ആൻഡ് റിയാലിറ്റിയുടെ ഒപ്പം തന്നെ കുറേ വർഷങ്ങളായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറയാനായിട്ട് പറ്റിയിട്ടില്ല. എന്തായാലും ഒരു ഔട്ടർ ലൈൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു പോഡ്കാസ്റ്റിൽ നമുക്ക് കാണാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇമാനുവലിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്.